മുകുന്ദ, ഗോപാൽജി ചെയ്തത് തെറ്റാണെന്ന് എനിക്കും അറിയാം. അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട്. സ്വന്തം മോളെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മഹിമ അപമാനിക്കുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് അദ്ദേഹത്തിന് അറിയാതെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. എന്റെ ഭാര്യയുടെ ചെകിടത്തടിച്ചാണ് അയാളെ കയ്യബദ്ധം. മുകുന്ദ, നീ ആ സമയത്ത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് കണക്കിലെടുക്കണം. അദ്ദേഹം ഒരു അച്ഛനും കൂടിയാ. അദ്ദേഹത്തിന് സ്വന്തം മക്കളായിരിക്കും ഏറ്റവും വലുത്. ആ, അയാൾക്ക് അയാളെ മക്കൾ വലുതാണെങ്കിലേ എനിക്ക് എന്റെ ഭാര്യയും വലുതാടാ. നിന്നെയും മഹിമയും ഈ വിഷയം എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് സംഭവിച്ചു പോയി. ഇനി അതിനെക്കുറിച്ച് ബഹളം വെച്ചിട്ടോ വഴക്ക് കൂടിയിട്ടോ ഒന്നും കാര്യമില്ല. മഞ്ജു പറയുന്നത് കേട്ട് ഈ കേസിന്റെ പുറകിൽ നിങ്ങൾ പോവാൻ നിന്ന ഈ കേസ് നടക്കുന്നിടത്തോളം കാലം ഈ വിഷയം നാട്ടുകാർ മറക്കില്ല. മഹിമ പഠിക്കുന്ന കുട്ടിയല്ലേ. വെറുതെ അവളുടെ ശ്രദ്ധ ഇതിലേക്കൊക്കെ തിരിക്കണം. ഓ, നിന്റെ കരുതലുണ്ടപ്പോഴേ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഗോപാൽജിക്ക് നല്ല കുറ്റബോധമുണ്ട്. അദ്ദേഹം എന്ത് പ്രായശ്ചിത്തം ചെയ്യാനും തയ്യാറാ. നീ എന്താ ഉദ്ദേശിച്ചത്? പറയടാ, എന്താ നീ ഉദ്ദേശിച്ചത്? മഹിമയെ തല്ലിയന് അയാളുടെ കയ്യിൽ നിന്ന് നീ എനിക്ക് കാശ് വാങ്ങിത്തരാന്നാണോ? നിനക്ക് കാശിന് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ. പോരാത്തതിന് കല്യാണവും കഴിഞ്ഞു. നിനക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ ഗോപാൽജി പറഞ്ഞു. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? എടാ, നിനക്ക് നാണം ഉണ്ടോടാ ആ ചെറ്റക്കൗണ്ട് ഇങ്ങനെ സംസാരിക്കാൻ? കുറച്ചു നാൾ മുമ്പേ മഞ്ജുനെ ആളിങ്ങനെ തല്ലിയല്ലോ. അന്ന് നീ ആളുടെ കൂടെ ജോലി ചെയ്യില്ല എന്നൊക്കെ ശബ്ദം എടുത്താണല്ലോ. പിന്നെ എന്താടാ സംഭവിച്ചത്? സത്യം പറ. ഇപ്പൊ എനിക്ക് തന്ന ഓഫർ പോലെ എന്തെങ്കിലും എനിക്ക് അയാൾ തന്നോ? എന്തായാലും ഭാര്യയ്ക്ക് തല്ലി കിട്ടി. എന്നാ കുറച്ച് കാശ് കിട്ടിയാലും നല്ലതല്ലേ എന്ന് കരുതി നീ വാങ്ങി വെച്ച് കാണും അല്ലേ? എന്തു പറ്റി? ഇത്ര നേരം ആ ചെറ്റക്ക് വേണ്ടി സംസാരിച്ചപ്പോ ഉണ്ടാവാത്ത ആത്മാഭിമാനം ഇപ്പോ എവിടെ നിന്നാണ് നിനക്ക് വന്നത്? അതെ, നിന്നെ എന്റെ മനസ്സിലെ ഞാൻ കുറെ അധികം ഉയരത്തിലാണ് വച്ചിരുന്നത്. പക്ഷെ ഇന്ന് നിന്റെ ശരിക്കുള്ള മുഖം കണ്ടപ്പോഴേ നിന്നെക്കുറിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്ന പ്രതിച്ഛായൊക്കെ തകർന്നു വീണടാ. നീ ഇപ്പൊ ചെയ്തത് എന്നെ പുറകിന്ന് കുത്തുന്നതിന് സമം. സാരമില്ല. ഇത്രയും കാലം നിന്നെ ചങ്കായിട്ട് കൂടെ നടന്നതിനെ നീ എനിക്ക് എന്ന കൂലിയായിട്ട് ഞാൻ ഇതിനെ കരുതിക്കോളാം. എങ്ങനെയെങ്കിലും ഡാഡിക്ക് ജാമ്യം എടുത്തു കൊടുക്കുന്നാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി ഗോപാൽജി മഞ്ജു സെല്ലിലിട്ട് അടിക്കോ മറ്റോ ചെയ്തോന്നാ എന്റെ പേടി. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അപ്പൊ തന്നെ എന്നെ വിവരം അറിയിക്കാൻ വേണ്ടി ഞാൻ അനിതയെ സ്റ്റേഷനിലേക്ക് വിട്ടിരുന്നു. ഓ, നിനക്കിപ്പോഴും അനിതയുടെ ദേഷ്യമാണല്ലേ? ശാലിനിയുടെ വാക്ക് കേട്ട് ആ സാധനം എന്നെ സെല്ലിലിട്ട് എന്തുമാത്രം തല്ലിയെന്ന് സഞ്ജുവേട്ടനെ അറിയാത്തതുകൊണ്ടാ. ഇപ്പോഴും അതിന്റെ വേദന എന്റെ ശരീരത്തിലുണ്ട്. രാത്രി ഉറങ്ങുമ്പോ പേടി സ്വപ്നമായി എനിക്കന്ന് സ്റ്റേഷനിൽ കൊണ്ട് തല്ല് ഓർമ്മ വരാറുണ്ട്. നിന്നോട് ചെയ്തതിനൊക്കെ നമുക്ക് അവളോട് പകരം ചോദിക്കാം. തൽക്കാലം നമുക്ക് അവളെ കൊണ്ട് ആവശ്യമുണ്ട്. എന്താ, നിനക്ക് വിശ്വാസമില്ലേ? സഞ്ജുവേട്ടൻ ഗോപാൽജിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹത്തിന്റെ മുമ്പിൽ പേര് കിട്ടാൻ പോകുന്നത് ഗിരിയേട്ടനായിരിക്കും.
ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ക്രെഡിറ്റ് ഗിരിയേട്ടനും ശാലിനിയും കൊണ്ടുപോകാൻ തുടങ്ങിയ ഗോപാൽജി എങ്ങനെയാ സഞ്ജുവിന്റെ വില മനസ്സിലാക്കാൻ പോകുന്നത്? ഈ കേസിന്റെ ഡാഡി ഊരിയതിനു ശേഷം അദ്ദേഹത്തിന് മുന്നിൽ എന്റെ കഴിവ് തെളിയിച്ചേ പറ്റൂ. ഇത്രയും കാലം എനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല. നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. നീയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം തരുന്നത്. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോ തന്നെ വേണം നിനക്ക് ഇവളുമായിട്ട് പ്രേമിച്ച് കറങ്ങാൻ, അല്ലടാ? ഓ, ഇങ്ങനൊരു മകനുണ്ടാകാൻ മാത്രം എന്ത് പാപമാണോ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത്? നീ കൂടുതൽ നകളിക്കൊന്നും വേണ്ട. ഡാഡിയെ പുറത്താക്കാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ ഇവളോടൊപ്പം ഇവിടെ നിൽക്കുന്നത്. ഡാഡി അകത്ത് പോയതിന്റെ വിഷമം ആരെങ്കിലുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അത് അത്ര വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിന്റെ വിഷമം പങ്കുവെക്കാൻ എന്താ വീട്ടിലാരുമില്ലേ? എന്നോട് നിനക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോട്ടെ, ചാച്ചുനോട് സംസാരിക്കാലോ. നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ. ഞാൻ എന്ത് വിശ്വസിച്ചിട്ടാ എന്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് പറയുക? നിന്നെ ചതിക്കാത്തൊരാളെ നീ തെരഞ്ഞെടുത്തതാണോ ഞാൻ ഈ കാണുന്നേ? ചതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ കഴിവുള്ള ഒരാളാ ഈ നിൽക്കുന്നേ. നല്ലൊരു തുകയ്ക്ക് സ്വന്തം അമ്മയെ പോലും ചതിക്കാൻ മടിയില്ലാത്തവളാ ഇവള്. എടീ, വേണ്ട മോളെ, നീ വെറുതെ അവളുമായിട്ട് വഴക്കിന് പോണ്ട. നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സാവുന്നുണ്ട്. എന്നാ അതെന്താണെന്നൊന്ന് കേക്കട്ടെ. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഉപകാരമായിരിക്കുമല്ലോ. ഈ അസുഖത്തിന് മരുന്നില്ല, അസൂയാന്ന് പറയും. എനിക്ക് ആരോട് അസൂയുണ്ടെന്ന് നീ പറയുന്നേ? സ്വന്തം വീട്ടുകാരുടെ നാട്ടുകാരുടെ മുന്നിൽ മണ്ടനായി നിൽക്കുന്ന നിന്റെ അടുത്തോ? അതോ ദരിദ്രവാസി കുടുംബത്തിൽ നിന്ന് വന്ന ഇവളുടെ അടുത്തോ? ഞങ്ങൾ രണ്ടുപേരോടും നീ എത്രയൊക്കെ പുച്ഛിച്ചാലും ഒരു